ആപ്കി അദാലത്തിൽ പഞ്ചാബിന്റെ മുഖ്യമന്ത്രി ഭഗവന്ത് മാനിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം ഒരു പാവം മുഖ്യമന്ത്രിയെ പോലെ പ്രവർത്തിക്കുന്നു എന്നതാണ്. മാൻ സാർ, താങ്കൾ ഒരു കിങ് ഓഫ് കോമഡിയൻ ആയിരുന്നു. ജനങ്ങൾ കിങ് ഓഫ് പഞ്ചാബാക്കി. സിംഗ് ഇസ് കിങ്. പക്ഷെ രാഹുൽ ഗാന്ധി പറയുന്നത് ഈ കിങ് ഒരു പാവയാണെന്നാണ്. കേജ്രിവാൾ കീ കൊടുക്കുന്ന ഒരു പാവ. ആരാ പറഞ്ഞത്? രാഹുൽ ഗാന്ധി. അങ്ങനെയാണെങ്കിൽ പഞ്ചാബില് രാഹുൽ ഗാന്ധിന്റെ പാർട്ടി ആരാ നടത്തുന്നത്? രാഹുൽ ഗാന്ധി മോഹയിൽ ചേർന്ന ആളാണോ? ഫറീന്ദയിൽ ചേർന്ന ആളാണോ? ഇത് ഞങ്ങളുടെ നാഷണൽ പാർട്ടിയാ. ഞങ്ങളുടെ പാർട്ടിയുടെ ഹെഡ് ഓഫീസ് ഡൽഹിയിലാണോ ഉള്ളത്? അങ്ങനെയാകുമ്പോ അവിടെയല്ലേ തീരുമാനിക്കുന്നത്, അവിടെയല്ലേ എല്ലാരും വട്ടത്തിലിരുന്ന് ഡിസൈഡ് ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ, ഞാൻ ഭഗവന്ത് മാനെ ബഹുമാനിക്കുന്നു, വളരെയധികം റെസ്പെക്ട് കൊടുക്കുന്നു. റിമോട്ട് കൺട്രോളിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയെ പോലെ പ്രവർത്തിക്കാൻ പാടില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ കോൺഗ്രസ് നിരവണം നടത്തിയ തന്നെ മതി. അത് പിന്നെ നമ്മുടെ നാടിന്റെ, അതായത് കൺട്രിയുടെ ക്യാപിറ്റലിൽ തന്നെ, വൺ ഓഫ് ദി ബിഗസ്റ്റ് ഡെമോക്രസി ഇൻ ദി വേൾഡ്, ഇന്ത്യ, ആ നാടിന്റെ ക്യാപിറ്റലിൽ തന്നെ, അതായത് ആ നാടിന് ഏറ്റവും പഴമയുള്ള സ്ഥലം, നാഷണൽ പാർട്ടി കോൺഗ്രസ്. 2015 മുതൽ അവരുടെ കീഴിൽ എത്ര MLAs ഉണ്ട്? 0. എത്ര MPs ഉണ്ട്? 0. രാജ്യസഭയിൽ എത്ര പേരുണ്ട്? 0. ഈവൻ ഏത് ലൊക്കാലിറ്റിയിലാണോ രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, പിന്നെ അവരുടെ ആൾക്കാരൊക്കെ നിരന്ന് താമസിക്കുന്നില്ലേ? പിന്നെ BJP-ക്കാരും ഉണ്ട് കേട്ടോ. അവിടെ ആരാണ് MLA? അരവിന്ദ് കെജ്രിവാൾ. ന്യൂഡൽഹി വിധാൻ സഭ. എന്റെ പൊന്ന് രാഹുൽ ഗാന്ധി, ഒരു കാര്യം മനസ്സിലാക്കൂ. നിങ്ങളുടെ വീട്ടിൽ ചെയ്യുന്ന കുക്കും ഷെഫും എല്ലാരും ഞങ്ങൾക്ക് തന്നെയല്ലേ വോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ആദ്യം അദ്ദേഹത്തിന്റെ പാർട്ടി നന്നായിട്ട് നോക്കാൻ പറയൂ. ഈ രാഹുൽ ഗാന്ധി ഉണ്ടല്ലോ, അതായത് എങ്ങനെയാ അത് പറയാ, ഒരു കടക്കാരനുണ്ടായിരുന്നു. അവൻ പറ്റിനെ കുറിച്ച് ആലോചിച്ച് പേടിച്ചു. കാരണം എല്ലാവരും പറ്റിനെ വാങ്ങിച്ചോണ്ട് പോകുന്നത്. സാധനം വാങ്ങാൻ വന്നാൽ തരാൻ പറ്റില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. അവനൊരു ബോർഡ് അങ്ങിട്ടു. ആ കടക്കാരൻ കോൺഗ്രസിലുള്ള ഒരാളാ. അവനൊരു ബോർഡ് ഇട്ടു, രാഹുൽ ഗാന്ധി PM ആവുന്നവരെ ആർക്കും കടം കൊടുക്കില്ല എന്ന്. അപ്പൊ ജനങ്ങൾ ഒരേ കടം തരാൻ പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞാൽ പോരെ, ഇങ്ങനെ എന്തിനാ പറയുന്നേ? അതുകൊണ്ട് അദ്ദേഹം ആദ്യം കോൺഗ്രസ് ഒന്ന് ശരിയാക്കട്ടെ. കാരണം കോൺഗ്രസിന്റെ ചായ്വ് ഒരു തവണ ഇങ്ങോട്ടാണെങ്കിൽ ഒരു തവണ അങ്ങോട്ടായിരിക്കും. ഞാൻ പാർലമെന്റിൽ തന്നെ പറഞ്ഞതാ. ഡൽഹിയിൽ ഒരു അമ്മ ആ കുട്ടീൻ്റെ അടുത്ത് ഈ ലോകത്തിലെ ഏറ്റവും ചെറിയ സ്റ്റോറിയാണ് ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. പണ്ട് കോൺഗ്രസ് എന്നൊരു പാർട്ടി ഉണ്ടായിരുന്നു, കഥ കഴിഞ്ഞു. ദാറ്റ്സ് ഇറ്റ് സ്റ്റോറി. താങ്കൾ പഞ്ചാബിൽ നിന്നും പൂർണ്ണമായിട്ടും കോൺഗ്രസിനെ ഇല്ലാതാക്കി. എന്നാലും നോക്കൂ, അകാലിദളുണ്ട് അവിടെ. സുബീർ ബാദൽ പറയുകയാണ്, നമ്മുടെ മുഖ്യമന്ത്രി പഞ്ചാബിൽ വളരെ കുറച്ചേ താമസിക്കുന്നുള്ളൂ, ഗുജറാത്തിലും ഡൽഹിയിലും ഹിമാചലിലുമാണ് കൂടുതലെന്നും. അത് പിന്നെ പഞ്ചാബില് ഏറ്റവും കൂടുതൽ സമയം ഓഫീസിലേക്ക് പോകുന്ന ഒരു CM ഞാനാണ്. പഞ്ചാബിൽ ഒരുപാട് തവണ നിങ്ങളുടെ ഇടയിൽ ചെല്ലുന്ന ഒരു CM നിങ്ങൾ തന്നെ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കിക്കോളൂ. അതിലാദ്യം എൻ്റെ പേര് തന്നെ ആയിരിക്കും. 1.5 വർഷമായിട്ടുള്ളൂ കേട്ടോ. ഇതിനു മുമ്പ് എന്താ സംഭവിച്ചത്? ഈ വലിയ വലിയ വീട്ടിലുള്ള ആൾക്കാർ വീടിന് ചുറ്റും വലിയൊരു കോമ്പൗണ്ട് അങ്ങ് കെട്ടും. ഇവരൊക്കെ CM ആയിട്ട് ആ വലിയ കോമ്പൗണ്ടുകളുടെ ഗേറ്റ് അങ്ങ് അടച്ചിട്ട് പൂട്ടും. കാരണം എന്താ? പുറത്തുള്ള ജനങ്ങൾ അകത്തേക്ക് വന്ന് മീറ്റ് ചെയ്യരുതെന്നുള്ള ഉദ്ദേശം. നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടില്ല, അത് നിങ്ങൾ തന്നെ പറഞ്ഞതാ. ഇപ്പോൾ ഒരുപാട് പേരെ ജനങ്ങൾ കാണാൻ ആഗ്രഹിക്കാതെ ഇപ്പൊ അവരുടെ വീടിന്റെ കതവൊക്കെ അടച്ച് കുറ്റിയിടുകയാണ്. അതുകൊണ്ട് സർ, ഈ സുഖ്വീർ ബാദൽ അവരെ കുറിച്ചൊക്കെ ഇവിടെ സംസാരിക്കുന്നത്, അത് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വേസ്റ്റ് ഓഫ് ടൈം തന്നെയാണ്. സാർ, ഇവിടെ താങ്കളുടെ പാർട്ടിയിലുള്ള MLA-മാർ എന്താണ് പറയുന്നത് അതും നമുക്ക് നോക്കാം. ഏത് സമയത്ത് ഭഗവന്ത് മാൻ ആരെ എടുത്ത് കളയുമെന്ന് അറിയാൻ പറ്റില്ലെന്ന്. അതുപോലെ തന്നെ നമ്മൾ ആരും മന്ത്രിയാക്കെന്ന് പറയാൻ പറ്റില്ല. എന്താ മാറ്റർ അറിയോ? നല്ല കാര്യം തന്നെയാ, എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ? നല്ല തന്നെയാണ്, അവർക്കും മന്ത്രിയാക്കാൻ പറ്റുന്നുള്ള ചാൻസ് ഉണ്ടെന്നും അറിയട്ടെ. അതുപോലെ തന്നെ തെറ്റായൊരു കാര്യം ചെയ്തു ഞാൻ അറിഞ്ഞാൽ അതിന്റെ എത്ര ക്ലോസ് ആയിട്ടുള്ള ആളാണെങ്കിൽ ശരി, ഞാൻ ഒന്നും നോക്കില്ല, അവനെ കിട്ടേണ്ട ശിക്ഷ എന്തായാലും കിട്ടിയിരിക്കും. ഈ കാര്യം എല്ലാവർക്കും അറിയാം. ദേ ഇപ്പോൾ ഏകദേശം 1.25 വർഷമായി. ഞാൻ 1 രൂപയാണെങ്കിൽ പോലും, 1 രൂപയായാലും സർക്കാരിന്റെ പൈസ ഞാൻ മോഷ്ടിച്ചൊന്നും നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റിയാൽ, അധികാരം ഉപയോഗിച്ച് 1 റുപ്യെങ്കിലും ഞാൻ അടിച്ചു മാറ്റി നിങ്ങൾക്ക് അറിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരിക്കലും പറ്റില്ല. അങ്ങനെ കണ്ടുപിടിച്ചാൽ ഞാൻ അന്ന് രാജിവെക്കും. ഇതിനേക്കാളും വലിയ ഗ്യാരണ്ടി നിങ്ങൾക്ക് ഒരു നേതാവും തരില്ല.
അത് പിന്നെ ഇത് പഞ്ചാബിന്റെ പാരമ്പര്യമല്ല. ബാദലിന്റെ കുടുംബമോ അമരേന്ദ്രന്റെ കുടുംബമോ തങ്ങളുടെ കുടുംബത്തിലുള്ള ആരെയും ഒന്നും ചെയ്യുന്നില്ല. ഈ കാര്യങ്ങളൊക്കെ അല്ല ശരിക്കും നമുക്ക് സങ്കടങ്ങൾ ഉണ്ടാക്കുന്നത്. ഞാൻ ആദ്യം ഞങ്ങളുടെ അടുത്തുള്ള ഹെൽത്ത് മിനിസ്റ്റർ പൊക്കി, MLA പേരിൽ ഒരു കംപ്ലൈന്റ് ഒന്ന് ഞാൻ അയാളെ ടെർമിനേറ്റ് ചെയ്തു. ഇത് നോക്കൂ, ഞാൻ ഒരാളെ കറപ്ഷന് വേണ്ടി പിടിക്കുകയാണെങ്കിൽ അതിനി അതേ അവസ്ഥ എന്റെ വീട്ടിലുണ്ടായപ്പോലും അതും എന്തായാലും ക്ലീൻ ചെയ്തേ പറ്റൂ. എന്റെ വീട്ടിലുണ്ടല്ലോ മാച്ചില്, ഡെഫിനറ്റ് ആയിട്ട് ക്ലീൻ ചെയ്യണം, അല്ലാതെ വേറെ വഴിയില്ലല്ലോ. ഞാൻ ക്ലീനും ചെയ്യും. അതുകൊണ്ട് ഞാൻ പറയുന്നേ, എന്താ വെച്ചാ എന്റെ എയിം എന്താ വെച്ചാ ഒരു അജണ്ട മാത്രമാണ് ഇവിടെ. പബ്ലിക്കിന്റെ മണി അവൻ മിസ്യൂസ് ചെയ്യണമെങ്കിൽ അവനൊരു പാഠം ഞാൻ പഠിപ്പിച്ചു കൊടുക്കും. ഞാനൊരു മന്ത്രിനെ പിടിച്ചിരുന്നു. ആ മന്ത്രി ശരിക്കും പറഞ്ഞാ കോൺഗ്രസിലെ ഇൻഡസ്ട്രിയൽ മിനിസ്റ്റർ ആയിരുന്നു അവൻ. അയാളുടെ വീട് ഫുള്ളും ചെക്ക് ചെയ്യാൻ തുടങ്ങി. ആ വീട് ശരിക്കും ഒരു കൊട്ടാരായിരുന്നു. കാരണം ഫുൾ കറപ്ഷൻ അല്ലേ. വലിയ വലിയ ഡ്രോയിങ് റൂംസ്, വലിയ വലിയ മാർബിൾസ്, ഷാൻലിവർ, ഹൈ സീലിംഗ്, ഒന്ന് മാത്രം അവിടെ പിടികിട്ടി. അത് കണ്ടിട്ട് ഞാൻ ശരിക്കും ഒരുപാട് വിഷമിച്ചു. അപ്പോൾ ഭഗവത് സിംഗിന്റെ ഓർമ്മ ഉണ്ടായി. എന്താ ഇത് ഭഗവത് സിംഗ്, ഓ നോ, ഇതൊക്കെ കാണുന്നതിന് ലജ്ജയാവുന്നു. എന്താ അറിയോ, ആ വീട്ടില് നോട്ട് എണ്ണാനുള്ള മെഷീൻ കണ്ടെത്തി. ഒരു വീട്ടിൽ നിന്നാ കറൻസി കൗണ്ടിങ് മെഷീൻ. അതൊരു ബാങ്കിലുണ്ടാവട്ടെ. നിങ്ങളുടെ ആരുടെങ്കിലും വീട്ടിൽ നോട്ട് എണ്ണുന്ന മെഷീൻ ഉണ്ടോ? നമുക്കൊക്കെ നോട്ട് ഉണ്ടെങ്കിലേ മെഷീന്റെ ആവശ്യമുള്ളൂ. ഒരു മിനിസ്റ്ററിന്റെ വീട്ടിൽ എന്തിനാണ് നോട്ട് കൗണ്ടിങ് മെഷീൻ? ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? അവിടെ ഡെയിലി പണം വരുന്നുണ്ട്. വീട്ടിലെ ആൾക്കാരും പറഞ്ഞിട്ടുണ്ടാവും, ഞങ്ങൾക്ക് എണ്ണാൻ പറ്റുന്നില്ല, ഒരു മെഷീൻ വാങ്ങിച്ചിട്ടൂടെ എന്ന്. എന്റെ ചോദ്യം അതൊന്നുമല്ല. ഇത്രയും പണം എടുത്തിട്ട് നീ എങ്ങോട്ടേക്കാ പോകുന്നേ? ഇത്രയും വലിയ വീട് കെട്ടിട്ട് നീ കിടക്കുന്നത് ഇതാ 8 അടി റൂമിലല്ലേ ഉള്ളത്, ഏകദേശം ജയില്. ഞാൻ ഈശ്വരനോട് ഒറ്റൊരു കാര്യം മാത്രമേ പ്രാർത്ഥിക്കാറുള്ളൂ, ഞാൻ ഒരിക്കലും ഒരു തെറ്റായ തീരുമാനം എടുക്കരുതെന്ന്. ഞാൻ കാരണം ഒരു കുടുംബത്തിന് പോലും കഞ്ഞികൂടി മുട്ടരുത്. ന്യായമായ പൈസ എനിക്ക് കിട്ടിയാൽ മതി. അത് വെച്ചിട്ട് ഞാൻ നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കും. അതേസമയം എന്റെ പഞ്ചാബും പണ്ടത്തെ പോലെ ഹാപ്പി ആയിട്ട് തന്നെ ജീവിക്കും. ഇതാണ് എന്റെ ഏറ്റവും വലിയ വിഷ് ലിസ്റ്റ്. ഫൈനൽ റൗണ്ടിൽ ജനങ്ങൾ ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. സാർ, നിങ്ങൾ നല്ലതുപോലെ പാടുമെന്ന് പറഞ്ഞു, ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഈ സദസ്സിൽ നിങ്ങളുടെ ഒരു പാട്ട് കേൾക്കാൻ ഞങ്ങൾക്ക് വളരെയധികം ആഗ്രഹമുണ്ട്. സന്ദ്ര മുരാർജി വലിയൊരു കവി തന്നെയാണ്. പറ്റുമെങ്കിൽ ഞാൻ പാടി കാണിക്കാം. പക്ഷെ ഞാൻ പാടിയിട്ട് ഒരുപാട് ദിവസം എനിക്ക് ഓർമ്മ ഉണ്ടാവും അറിയില്ല. നിങ്ങളൊക്കെ കേൾക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പാടാം. ਮਾਂ ਧਰਤੀਏ ਤੇਰੀ ਗੋਦ ਨੂੰ ਚੰਨ ਹੋਰ ਬਥੇਰੇ ਨੀ ਮਾਂ ਧਰਤੀਏ ਤੇਰੀ ਗੋਦ ਨੂੰ ਚੰਨ ਹੋਰ ਬਥੇਰੇ ਤੂੰ ਮੰਗਦਾ ਰਹੀਂ ਵੇ ਸੂਰਜਾ ਕਮੀਆਂ ਦੇ ਵੇੜੇ ਤੂੰ ਮੰਗਦਾ ਰਹੀਂ ਵੇ ਸੂਰਜਾ ਕਮੀਆਂ ਦੇ ਵੇੜੇ ਜਿੱਥੇ ਤੰਗ ਨਾ ਸਮਝਣ ਤੰਗੀਆਂ ਨੂੰ ਜਿੱਥੇ ਵਾਲ ਤਰਸਦੇ ਕੰਗੀਆਂ ਨੂੰ ਜਿੱਥੇ ਮਿਲਣ ਅੰਗੂਠੇ ਸੰਗੀਆਂ ਨੂੰ ਨੱਕ ਵਗਦੇ ਅੱਖਾਂ ਚੁੰਨੀਆਂ ਤੇ ਦੰਦ ਕਰੇੜੇ ਤੂੰ ਮੰਗਦਾ ਰਹੀਂ ਵੇ ਸੂਰਜਾ ਕਮੀਆਂ ਦੇ ਵੇੜੇ ਤੂੰ ਮੰਗਦਾ ਰਹੀਂ ਵੇ ਸੂਰਜਾ ਕਮੀਆਂ ਦੇ ਵੇੜੇ ਜਿੱਥੇ ਜੰਮਦਾ ਬੰਦਾ ਸੀਰੀਏ ਟਕਿਆਂ ਦੀ ਮੀਰੀ ਪੀਰੀਏ ਜਿੱਥੇ ਕਰਜੇ ਹੇਠ ਪੰਜੀਰੀਏ ਬਾਪੂ ਦੇ ਕਰਜ਼ ਦੇ ਸੂਦ ਪੁੱਤ ਜੰਮਦੇ ਜਿਹੜੇ ਧੀਆਂ ਹੌਂਕੇ ਭਰਦੀਆਂ ਅਸਮਾਨ ਜੁਡੇਰੇ ਤੂੰ ਮੰਗਦਾ ਰਹੀਂ ਵੇ ਸੂਰਜਾ ਕਮੀਆਂ ਦੇ ਵੇੜੇ ਤੂੰ ਮੰਗਦਾ ਰਹੀਂ ਵੇ ਸੂਰਜਾ ਕਮੀਆਂ ਦੇ ਵੇੜੇ। ਵਾਹ ਵਾਹ।